Yes, happy evening one and all. ലെറ്റ്സ് ഹോപ്പ് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് സോ ആ ഒരു കോൺഫിഡൻസും ആ ഒരു എൻകറേജും നിങ്ങൾ ടിൽ ദ ലാസ്റ്റ് എക്സാം അതുവരെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വെച്ചാൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ 8ാമത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു കോമ്പോസിറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചെറിയൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത് 8ാമത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കാം, ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രൊഡക്റ്റ് മിക്സ് ഓഫ് ഗാമ ലിമിറ്റഡ് ഈസ് ആസ് അണ്ടർ. സോ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് എം അതുപോലെ തന്നെ എൻ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. സോ ഫർദർ ദ ക്വസ്റ്റ്യൻ പറയുന്നത്, സോ ഫൈൻഡ് ഔട്ട് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്. നമ്മൾ ചോദിക്കുന്നത് റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റിൽ കാണാം. ഇഫ് ദ കമ്പനി ഡിസ്കണ്ടിന്യൂ ദ പ്രൊഡക്റ്റ് എം, അതായത് പ്രൊഡക്റ്റ് എം ഡിസ്കണ്ടിന്യൂ ചെയ്തു ആൻഡ് റിപ്ലേസ് പ്രൊഡക്റ്റ് ഒ റിപ്ലേസ് ചെയ്തു. അതായത് പ്രൊഡക്റ്റ് എമ്മിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ട്, സോ പ്രൊഡക്റ്റ് എം നിർത്തിയിട്ട് പ്രൊഡക്റ്റ് ഒ എന്ത് ചെയ്തു, റിപ്ലേസ് ചെയ്തു. സോ ദ ക്വാണ്ടിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് ഒ ഈസ് 9000 യൂണിറ്റ്. 9000 യൂണിറ്റ് ആണ് പ്രൊഡക്റ്റ് ഒൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ് 80, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 9. സോ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് നോക്കാം 50,000. ഫിക്സ്ഡ് കോസ്റ്റ് 15,000 ആണ്. ഓക്കെ, സോ ലെറ്റ്സ് നോക്കാം. സോ വർക്കിംഗ് ഔട്ട് നമ്പർ 1 നമുക്ക് പ്രൊഡക്റ്റ് മിക്സ്. സോ നമ്മൾ പറഞ്ഞു എം നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഒ നമ്മൾ എന്ത് ചെയ്തു, ഒ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സെല്ലിംഗ് പ്രൈസ് എന്നിൻ്റെ കേസിൽ നമുക്ക് 50, ദ നെക്സ്റ്റ് നമുക്ക് ഒൻ്റെ കേസിൽ 80. ദ നെക്സ്റ്റ് വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ 4.5 എന്നിൻ്റെ കേസിൽ, ദെൻ ഒൻ്റെ കേസിൽ 9. സോ ദ നെക്സ്റ്റ് നമുക്ക് കോൺട്രിബ്യൂഷൻ വിൽ ബി സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. എത്രയാണ്? 10.5 അവതരണം 9. സോ ദ നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്, 80,000 അവതരണം 9,000. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് മിക്സ് ക്യാൻ ബി സേ 2:1. സോ 2:1 എന്ന് പറഞ്ഞ ഇവിടെ പ്രൊഡക്റ്റ് മിക്സ്, അതായത് ഞാൻ 2 പ്രൊഡക്റ്റ് എന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ടൈമിൽ തന്നെ അറ്റ് ദാറ്റ് ടൈം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് ഒ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. 2 എൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഒ ഉണ്ടാക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. 2:1 എന്ന് പറഞ്ഞാൽ അതാണ്. സോ ബിഫോർ നമ്മൾ കോസ്റ്റിങ്ങിൽ നമ്മൾ ഇതാക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ഇതുപോലെ പറഞ്ഞ് പഠിക്കാം. സോ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി പ്ലേയിങ് വിത്ത് ദ ഫിഗേഴ്സ്. നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. ഇത് കുറേ ഫിഗേഴ്സ് അല്ല നമുക്ക് ശരിക്കും കോസ്റ്റിംഗ്. നമുക്ക് കുറേ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കോസ്റ്റിങ്ങിൽ കൂടുതലായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് നമ്മളിങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി അല്ലെങ്കിൽ കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. സോ നമുക്ക് പ്രൊഡക്റ്റ് മിക്സ് നമുക്ക് 2:1 കിട്ടി. നെക്സ്റ്റ് നമുക്ക് അടുത്തത് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ബ്രേക്ക് ഈവൻ പോയിൻ്റ് നമുക്ക് യൂണിറ്റിൽ കാണാനാണ്. സോ നമുക്ക് അറിയാം ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോമ്പോസൈറ്റ് കോൺട്രിബ്യൂഷൻ. യെസ്, സോ കോമ്പോസൈറ്റ് കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് 50,000 ആണ്. കോമ്പോസൈറ്റ് കോൺട്രിബ്യൂഷൻ 10 ആണ് കിട്ടിയിരിക്കുന്നത്. സോ കോമ്പോസൈറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, സോ എന്നിൻ്റെ കോൺട്രിബ്യൂഷൻ 10.5 ആണ്. സോ പ്രൊഡക്റ്റ് മിക്സിൽ 2:3 അല്ലേ, അത് 2:1 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്, 2:3 ആയി. സോ പ്ലസ് 9 ആണ് നമുക്ക് ഓൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ 1/3 ഈസ് ഈക്വൽ ടു 10 നമുക്ക് കിട്ടി. ആർ ക്ലിയർ ഗൈസ്? ആർ ക്ലിയർ? സോ ആർ ഗെറ്റിംഗ് മൈ പോയിന്റ്? സോ ഇതാണ് നമുക്ക് കോമ്പോസിറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ കോമ്പോസിറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ കോൺട്രിബ്യൂഷനെ നമുക്ക് പ്രൊഡക്റ്റ് മിക്സിൻ്റെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ സോ നമുക്ക് ആ ഒരു പോർഷൻ എടുക്കാം. ഇപ്പോൾ 10.5 ഇൻറ്റു 2/3 പ്ലസ് 9 ഇൻറ്റു 1/3 ഈസ് ഈക്വൽ ടു 10. സോ ദ നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് 1500 കിട്ടും. സോ നമുക്ക് 1500 എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടലാണ്, അത് 2 പ്രൊഡക്റ്റിൻ്റെ കൂടിയിട്ട് ടോട്ടലാണ് നമുക്ക് 1500 കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ദെൻ പ്രൊഡക്റ്റ് എന്നിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട്, സോ പ്രൊഡക്റ്റിൻ്റെ എന്നിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് 1500 ഇൻറ്റു 2:3 2/3 എന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്റ്റ് മിക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് 1000, അതുപോലെ തന്നെ ഓക്ക് വരുന്നത് 1500 ഇൻറ്റു 1/3 ഈസ് ഈക്വൽ ടു 500.
സോ ദിസ് ഈസ് ക്ലിയർ. സോ ലെറ്റ് സി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസർ എന്താ നോക്കാം. യെസ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസറും ആക്ച്വലി സെയിം ആണ്. അതായത് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഓഫ് ദി എൻ ഈസ് ഈക്വൽ ടു 1000 യൂണിറ്റ്, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഓഫ് ദി ഒ ഈസ് ഈക്വൽ ടു 500 യൂണിറ്റ്. സോ that's all about, that's the whole structure of the 8th question. സോ ഇത് നിങ്ങളും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം ഈ ക്വസ്റ്റ്യന്. സോ ഇത് നമ്മൾ റിവിഷൻ മാത്രമാണ് നടത്തിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ്റെ. അപ്പം ഇതുപോലെ ഈ ടൈമിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു.